ഏതു യുദ്ധം കുറച്ച് ദിവസങ്ങളൊന്ന് ഒരു ശാന്തമായി നിൽക്കുന്ന അവസ്ഥയായിരുന്നു. പക്ഷെ അതെല്ലാം കഴിഞ്ഞു. യുദ്ധം വീണ്ടും വലിയ കൊടുമ്പിരി കൊള്ളാനുള്ള ലക്ഷണങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഒപ്പം തന്നെ നെതന്യാഹുവും ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫലമായി തന്നെയും ഇനി യുദ്ധം മുറുകുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഏത് അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത്? കൂടാതെ സൗദി അറേബ്യ കൂടി ഇറാഖിലെ ഇറാൻ കേന്ദ്രങ്ങളെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? ഗൾഫ് രാജ്യങ്ങളും യുദ്ധത്തിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ യുദ്ധത്തിൽ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് ഇനിയും അറിവില്ല. സൗദി അറേബ്യയാണ് ഇതിൽ ആകെ അമേരിക്കയ്ക്കൊപ്പം നിന്നുകൊണ്ട് ഇറാഖിലെ കേന്ദ്രങ്ങളിലേക്ക് ആക്രമിച്ചത്. മറ്റു രാജ്യങ്ങളൊക്കെ വിഷയത്തിൽ നിശബ്ദത തുടരുകയാണ്, അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നില്ല. പക്ഷെ അതേസമയം ഈ സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ ഒരു ആണവ കരാർ ഈ അടുത്ത ദിവസങ്ങളിൽ ഒപ്പുവെച്ചിരുന്നു. അപ്പോൾ പശ്ചിമേഷ്യയിൽ ഒരു ആണവ ശക്തിയായി സൗദിയെ ഉയർത്തിക്കൊണ്ടുവരിക, ഇറാൻ ഏതെങ്കിലും തരത്തിൽ അത്തരമൊരു അതിബുദ്ധി കാണിച്ചാൽ സൗദിയെ ഉപയോഗിച്ച് ഇറാനെ ഷീൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ തന്ത്രം. അത് ഈ മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന സ്ഥിരം അമേരിക്കയുടെ ശൈലി പശ്ചിമേഷ്യയിൽ എല്ലാ കാലത്തും അമേരിക്ക ചെയ്തിട്ടുള്ള തന്ത്രമാണ്. അതിൻ്റെ മറ്റൊരു വേർഷനാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ GCC രാജ്യങ്ങൾ മുഴുവനായിട്ട് ഇറാനെതിരെ നീങ്ങുന്നു, അല്ലെങ്കിൽ ഇറാനെതിരെ ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ ആക്രമിക്കുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അതേസമയം തന്നെ GCC രാജ്യങ്ങളും ഇറാനും ചേർന്നുകൊണ്ട് ഹോർമൂസിലെ പ്രശ്നം പരിഹരിക്കുക എന്ന രീതിയിൽ ഒരു വശത്ത് ഒമാന്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഒമാനും ഇറാനും തമ്മിലൊരു ചർച്ച നടക്കുന്നു. ഹോർമൂസ് നിയന്ത്രിക്കുന്നത് 8 രാജ്യങ്ങളാണ് ഹോർമൂസിന്റെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തുള്ളത്. അതിൽ ഇറാഖും ഇറാനും 6 GCC രാജ്യങ്ങളും ഇവരെല്ലാവരും കൂടി ചേർന്ന് ഹോർമൂസിൽ ഒരു കൺസോർഷ്യം പോലെ കൊണ്ടുവന്ന് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. അവിടുത്തെ കാര്യങ്ങൾ അവർ തീരുമാനിക്കണമെങ്കിൽ അമേരിക്ക ഔട്ടാവും. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് സൗദിയെ ഈ യുദ്ധക്കളത്തിലേക്ക് ഇറക്കിയിട്ട് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ലൈവായിട്ട് ആക്റ്റീവായിട്ട്, അതായത് ഒരു വശത്ത് ഹോർമൂസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ സജീവമാകുന്നു. അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് അമേരിക്കയെ ഹോർമൂസിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്ന അവസ്ഥയിലേക്കുള്ള ഒരു തന്ത്രം അത് ഒമാന്റെ നേതൃത്വത്തിൽ ഇറാനുമായി അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്നു. അപ്പം ഞങ്ങൾ അറബ് രാജ്യങ്ങളും GCC രാജ്യങ്ങളും ഞങ്ങളും തീരുമാനിക്കുന്നതൊക്കെ നിങ്ങൾ പൊക്കോ എന്ന രീതിയിൽ അമേരിക്കയ്ക്കൊരു പണി കിട്ടുമെന്ന ഘട്ടം വന്നപ്പോഴാണ് പൊടുന്നനെ ഈ യുദ്ധം വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഇറാനെ പ്രകോപിപ്പിക്കുക, ഇറാനെ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. തീർച്ചയായിട്ടും ഇറാൻ പ്രൊവോക്ഡ് ആയിട്ടുണ്ട്. അമേരിക്കയുടെ ലക്ഷ്യം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ സംഭവിക്കുന്നത് ഇറാൻ യുദ്ധം തുടരും എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ഇറാൻ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയും സൗദിയും കൂടി ആക്രമണം നടത്തി. തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ അതിനുള്ള മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ ചർച്ചകൾക്കില്ല എന്നും യുദ്ധം ഞങ്ങൾ തുടരും എന്നുമാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മേഖലയിൽ ഒരു വെടിനിർത്തൽ നിലനിൽക്കുകയായിരുന്നു. ഇറാൻ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണങ്ങൾ അമേരിക്ക നിർത്തിവെച്ചിരുന്നു. അത് ഇറാനുള്ളിലേക്കുള്ള ആക്രമണങ്ങൾ അമേരിക്ക നിർത്തിവെച്ചിരുന്നു എന്ന് മാത്രമല്ല, ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി പാകിസ്ഥാനും അതുപോലെ തന്നെ ഖത്തറും ഈജിപ്തും ഒക്കെ പല വിധത്തിലുള്ള ചർച്ചകൾ, സമ്മർദ്ദങ്ങൾ ഇറാന് നൽകിയിരുന്നു. ഇറാന്റെ പ്രതിനിധികൾ പാകിസ്ഥാനിൽ എത്തുകയും ചെയ്തിരുന്നു. പക്ഷെ പൊടുന്നനെയാണ് ഇപ്പോൾ പുതിയ ഇറാഖിലെ ഇറാൻ കേന്ദ്രങ്ങളിലേക്ക് സൗദിയുടെ നേതൃത്വത്തിൽ ആക്രമണം ഉണ്ടായത്. ഇത് ഈ മേഖലയിലെ സമാധാന ചർച്ചകളെ മുഴുവൻ തകിടം മറിക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. അതിനുള്ളൊരു സൗദി ഇറങ്ങാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഹൂത്തികളും സൗദിയും തമ്മിലുള്ള ഒരു സംഘർഷമാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ആയത്തുള്ള അലി ഖാംനയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങി വന്ന ഹൂത്തികളുടെ വിമാനത്തിന് നേരെ സൗദിയിൽ നിന്നൊരു അറ്റാക്ക് ഉണ്ടായി. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന ഒരു ആക്രമണം ഇപ്പോൾ സംയുക്തമായി 2 ചേരിയിൽ എന്ന പോലെ ആവാൻ പോവുകയാണ്, അല്ലെങ്കിൽ ആയിരിക്കുന്നു. അതായത് അമേരിക്കയ്ക്കൊപ്പം സൗദി കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു. മറ്റ് GCC രാജ്യങ്ങൾ ഇറങ്ങുമെന്ന് ഉറപ്പില്ല. പക്ഷേ ആ ഒരൊറ്റ ആക്രമണത്തോടു കൂടി തന്നെ ഇറാൻ അവരുടെ നിലപാട് പുതുക്കിയിരിക്കുന്നു പറഞ്ഞാൽ പഴയ നിലപാട് തന്നെയാണെങ്കിലും അത് കുറെ കൂടി ശക്തമാക്കിയിരിക്കുന്നു. അതായത് ഇനി ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത വിധത്തിലുള്ള അറ്റാക്ക് ആയിരിക്കും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്ന് പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ യുദ്ധം വീണ്ടും ശക്തമാകുന്നു. അതായത് ഈ ഒരു 15 ദിവസം മുമ്പ് അമേരിക്ക ഇറാനിലേക്ക് തീവ്രമായ ആക്രമണം നടത്തുന്നു. ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്നു. അതിനുശേഷം പിന്നെ കുറച്ച് ദിവസത്തേക്ക്, ഒരു 4 ദിവസത്തേക്ക് ഒരു വെടിനിർത്തലുണ്ടായിരുന്നു. ആ സമാധാനം വീണ്ടും നഷ്ടപ്പെടുകയാണ്. വലിയ തോതിൽ ഇറാനിൽ നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന സൂചന ഇറാൻ നൽകിക്കഴിഞ്ഞു. അതിന് തൊട്ട് മുമ്പായിട്ട് ഇറാന്റെ കേന്ദ്രങ്ങൾ, ഈ പറയുന്ന ഇറാഖിലെ ഇറാൻ കേന്ദ്രങ്ങൾ തകർത്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനുശേഷം ഇറാനും അറ്റാക്ക് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഗൾഫ് മേഖലയിൽ ഇന്ന് രാത്രി വലിയ തോതിലുള്ള പ്രകമ്പനം ഉണ്ടാകുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഏതോ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അതിന് മുമ്പായിട്ട് ഈ ഒരു അമേരിക്കയുടെ കളികൾ എന്ന് പറയുമ്പോൾ ഒരു ചെസ്സ് കളിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ. ഓരോ കളികളെടുത്ത് അവർ എല്ലാം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എവിടെ ആരെ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യണം എന്നാണ് ഇപ്പോൾ അമേരിക്ക ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു താൽക്കാലിക യുദ്ധശമനം എന്ന് പറയുന്നത് ഒരിക്കലും ഇറാനെ ചിന്തിക്കാനുള്ള സമയം കൊടുത്തിരിക്കുന്നതല്ല, അമേരിക്കയുടെ ആയുധങ്ങൾ തീർന്നിട്ടുമല്ല, പക്ഷേ പ്രതിരോധ സംവിധാനങ്ങളുടെ ഒരു പ്രശ്നം കൊണ്ടാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇറാൻ ഇനി തിരിച്ചടിച്ചാൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ പൂർണ്ണ രീതിയിലേക്ക് എത്തിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കും. പ്രതിരോധ സംവിധാനങ്ങളിൽ വലിയ ചോർച്ച അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക യുദ്ധം പൊടുന്നതിനെ നിർത്തിവെച്ചത്. അമേരിക്കയുടെ പാട്രിയോട്ട് മിസൈലുകൾ 1200 ഗ്രൂപ്പുകൾ, അതായത് ഓരോ ഗ്രൂപ്പിൽ 4-5 മിസൈൽ സെറ്റ് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ 1200ഓളം പ്രതിരോധ മിസൈൽ ഗ്രൂപ്പുകൾ ഒറ്റയടിക്ക് അവരുടെ അവസാനിച്ചു ഈ സമീപകാല യുദ്ധത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വീണ്ടും ഫില്ല് ചെയ്യാനായിട്ടുള്ള ഒരു സമയം അമേരിക്കയ്ക്ക് വേണം. എന്ന് മാത്രമല്ല, ഈ ഗൾഫിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള നാശനഷ്ടം ചെറുതല്ല. അതുപോലെ തന്നെ അമേരിക്കയുടെ വിമാനങ്ങൾ സൂക്ഷിച്ചിരുന്ന ജോർദാനിലെ കേന്ദ്രങ്ങളടക്കം ഇറാൻ അടിച്ചു തകർത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാന് റഷ്യയുടെയും ചൈനയുടെയും ഒരു പിന്തുണ, അത് സാറ്റലൈറ്റിക് സപ്പോർട്ടും GPS ട്രാക്കിംഗ് അടക്കമുള്ള പുതിയ സംവിധാനങ്ങൾ എല്ലാത്തിൻ്റെ ഒരു സപ്പോർട്ട് ഇറാന് കിട്ടുന്നുണ്ട് എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്കും സംശയമൊന്നുമില്ല. ആദ്യം അമേരിക്കൻ മാധ്യമങ്ങളാണ് അത് സംബന്ധിച്ച സൂചന പുറത്തുവിട്ടതെങ്കിൽ തൊട്ടു പിന്നാലെ ട്രംപ് തന്നെ റഷ്യയും ചൈനയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നു. അപ്പോൾ ഈ വിധത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അമേരിക്കയുടെ പ്രതിരോധ ശേഷി കുറയുകയും അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വർദ്ധിക്കുകയും, ഒരു വശത്ത് ഒമാനുമായി ചർച്ച നടക്കുന്നതുകൊണ്ട് തന്നെ ഹോർമൂസിൽ അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ നടക്കാതെ പോവുകയും ഇറാനും GCC രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കുകയും ചെയ്താൽ പശ്ചിമേഷ്യയിലെ സകല സ്ക്രിപ്റ്റും തകരും, സകല സ്വപ്നങ്ങളും പദ്ധതികളും ഒക്കെ അമേരിക്കയുടെ തകരും. അമേരിക്കയ്ക്ക് പിന്നെ പശ്ചിമേഷ്യയിലേക്ക് ഒരു എൻട്രി ഉണ്ടാകാൻ പോലും സാധിക്കാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മാറും. കാരണം ഈ സ്വന്തം ആയുധ കേന്ദ്രങ്ങൾക്ക് സുരക്ഷ നൽകാത്ത അമേരിക്ക എങ്ങനെയാണ് GCC രാജ്യങ്ങൾക്ക് സുരക്ഷ കൊടുക്കുക എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് ഉയർന്നു വരും. അതാണ് ഇറാന്റെ പോയിന്റ്. ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക് നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുന്നതിന്റെ ഒരു ലക്ഷ്യം പ്രതികാരം മാത്രമല്ല, മറിച്ച് അമേരിക്കയുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അമേരിക്ക നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന സുരക്ഷിതത്വം എന്ന് പറയുന്നത് വെറും പൊള്ളയാണ്. അപ്പോൾ ആ സുരക്ഷിതത്വം ഇല്ലായ്മ, അല്ലെങ്കിൽ ആ താൽക്കാലികമായി ഒരു മരീചികയായിട്ട് കാണിക്കുന്ന സുരക്ഷിതത്വം അത് ഇത്രയേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതും കൂടിയാണ് ഇറാന്റെ ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയ്ക്ക് പിന്മാറേണ്ടി വരും. അതായത് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഇനി എന്തിനാണ് ഇവിടെ, ഞങ്ങൾക്കൊരു സുരക്ഷയും നൽകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, നിങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് പോലും സുരക്ഷയില്ല, പിന്നെ എന്തിനാണ് നിങ്ങളിവിടെ നിൽക്കുന്നത് എന്ന രീതിയിലേക്ക് അമേരിക്കൻ കേന്ദ്രങ്ങൾ ഗൾഫ് മേഖലയിൽ നിന്ന് പിന്മാറും, അല്ലെങ്കിൽ അത് കൊണ്ടുപോകേണ്ടി വരും, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇറാൻ ഈ ഗൾഫ് മേഖലയിലേക്ക് നിരന്തരമായ ആക്രമണം നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം അമേരിക്കയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഗൾഫ് മേഖലയെ സംബന്ധിച്ചുള്ള പ്രശ്നം, സൗദി കളത്തിലിറങ്ങിയതോടെ ഹൂത്തികളും സൗദിയും തമ്മിലുള്ള യുദ്ധമായിട്ടത് മാറും. അതേപോലെ തന്നെ ഇറാൻ യുദ്ധം നിർത്തില്ല എന്ന് പറഞ്ഞതോടെ സമാധാന ചർച്ചകൾക്ക് ഒരു തരത്തിലുള്ള സാധ്യതകളും ഇല്ലാതെ വരും. എന്ന് മാത്രമല്ല, ഹോർമൂസിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഒത്തുതീർപ്പ് സമവായം ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്ക തന്നെ അത് നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഒരുപക്ഷെ ഹോർമൂസിൽ കൂടുതൽ കപ്പലുകൾ ഇറാൻ ഒമാൻ തീരത്തുകൂടി കടത്തിവിട്ടുകൊണ്ടോ, അല്ലെങ്കിൽ ഹോർമൂസിൽ എന്തെങ്കിലും ആക്രമണം നടത്തിയോ, ഹോർമൂസ് മേഖലയിൽ ഒരു സംഘർഷം സൃഷ്ടിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും സൈനിക നീക്കങ്ങൾ നടത്തിക്കൊണ്ടോ ഒക്കെ ആയിരിക്കും അമേരിക്ക സ്ഥിതി ഗുരുതരമാക്കുക. അതായത് ഒരു വശത്ത് സമാധാനം ചർച്ച ചെയ്യാനുള്ള സകല സാധ്യതകളും ഉണ്ടായിരിക്കെ, അല്ലെങ്കിൽ അത്തരം ഒരു സമാധാന ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന സ്ഥിതി വന്നപ്പോൾ അമേരിക്ക തന്നെ സൗദിയുമായി ചേർന്ന് ഇറാഖിനെ ആക്രമിച്ച്, ഇറാൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച് സ്ഥിതി വഷളാക്കി വീണ്ടും ആ മേഖലയെ മുഴുവൻ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടാൻ പോകുന്നത് അമേരിക്കയ്ക്ക് തന്നെയായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇറാനെ സംബന്ധിച്ച് അവരൊരു തരത്തിലും പിന്നോട്ടില്ല എന്ന വിട്ടുവീഴ്ച ഇല്ലാത്ത സമീപനം സ്വീകരിക്കുകയാണ്. അവർ മിക്കവാറും ഇന്ന് രാത്രി ഇറാന്റെ നീക്കം എന്തായിരിക്കും, ഇന്ന് ശക്തമായ ആക്രമണമാണ് ഇറാൻ നടത്തുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിലേക്ക് യുദ്ധം, അതായത് അമേരിക്ക ഒരു വശത്ത് ഞങ്ങൾ യുദ്ധത്തിലില്ല എന്ന് പറഞ്ഞാലും അമേരിക്കയെ വലിച്ച് യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നിടുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഹോർമൂസ് ഇറാന്റെ കീഴിൽ തന്നെ നിലകൊള്ളുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ തീർച്ചയായിട്ടും ഇറാൻ ശ്രമിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ ഇന്ന് രാത്രി ഒരുപക്ഷെ ഗൾഫ് മേഖലയിൽ ശക്തമായ ആക്രമണം പ്രതീക്ഷിക്കാമെന്നാണ് ഇപ്പം നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഗൾഫ് മേഖല തിരിച്ചെങ്ങനെയായിരിക്കും, ഇറാനോടുള്ള സമീപനം എന്തായിരിക്കും എന്നുള്ളത്. രണ്ടാമത്തേത്,
ഇപ്പൊ നമ്മൾ പറയുന്നത് ലോകശക്തി എന്ന് പറയുന്നത് അമേരിക്കയാണ്. ആയുധങ്ങൾ പല രാജ്യങ്ങൾക്കും കച്ചവടം ചെയ്യുന്ന രാജ്യമാണ്. പക്ഷേ അമേരിക്കയിൽ പോലും മുറിമുറുപ്പുകൾ ഉണ്ടാകുന്നു, ആയുധശേഖരം കുറയുന്നു എന്ന് പറയുന്നത് പ്രത്യക്ഷമായ കാര്യങ്ങൾ പറയുന്നത് പ്രതിരോധ സംവിധാനങ്ങൾ വലിയ രീതിയിൽ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്ന്. പക്ഷെ ഇങ്ങനെയൊക്കെ അമേരിക്കയുടെ നാശനഷ്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇറാന്റെ ആയുധത്തെക്കുറിച്ചുള്ള ധാരണ എന്താണ്? അപ്പൊ ഇറാന്റെ ആയുധങ്ങളെ സംബന്ധിച്ച്, ഇറാനെ സംബന്ധിച്ച് അവരുടെ ആയുധ ശേഷിക്ക് ഒരു കുറവും വന്നിട്ടില്ല എന്ന് അവർ തെളിയിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഇറാൻ ആക്രമണങ്ങൾക്ക് ഒരു കുറവും വന്നിട്ടില്ല. അമേരിക്കയ്ക്ക് നേരെ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേത് സൈനിക കേന്ദ്രങ്ങൾ, മറ്റ് അറബ് രാജ്യങ്ങളിലുള്ള സൈനിക കേന്ദ്രങ്ങൾ ആക്രമണങ്ങൾ നടത്തുമ്പോഴൊന്നും ഇറാനെ സംബന്ധിച്ച് ഒരു മടിയുമില്ല, ഒരു ഭയവുമില്ല. അവരിപ്പോഴും ഇപ്പൊ ആയുധശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഇറാന് ബോധ്യമുണ്ടെങ്കിൽ ഈ ഒരു നടപടിക്ക്, അതായത് ഒരു ഒത്തുതീർപ്പിലേക്ക് ആദ്യം മുന്നിട്ടിറങ്ങേണ്ടത് ഇറാനാണ്. അമേരിക്ക പറയുകയാണ് ഞങ്ങൾ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പറഞ്ഞാൽ ഇറാനും പറയുക അന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാന്ന് പറയും. ഇതല്ല, ഇറാൻ പറയുന്നത് ഞങ്ങളൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ല, യുദ്ധം ഞങ്ങൾ നിർത്തില്ല. പശ്ചിമേഷ്യയിൽ ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു രൂപവുമില്ല. ഓരോ തവണയും ഒത്തുതീർപ്പിലേക്ക് വരുമ്പോഴും അമേരിക്ക ഇടപെട്ട് ഇത് പ്രശ്നം വഷളാക്കുകയാണ്. ഇപ്പൊ അവസാനം ഇസ്രായേൽ പറയുന്നു ഇറാനെ ആണവ ശക്തിയാകാൻ അനുവദിക്കില്ല, ആണവായുധം ഉണ്ടാക്കാൻ ഇറാനെ അനുവദിക്കില്ല എന്നാണ് നെതന്യാഹു പറയുന്നത്. അതിന് ഇറാൻ ആണവായുധം വേണ്ട എന്നവർ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും രസകരമായ കാര്യം. ഈ യുദ്ധം തുടങ്ങുന്നത് ആണവ വിഷയത്തെക്കുറിച്ചായിരുന്നു. ഇപ്പൊ യുദ്ധം എത്തി നിൽക്കുന്നത് ഹോർമുസിനെ കുറിച്ചാണ്. ഇപ്പൊ വീണ്ടും ആണവ വിഷയം ഇട്ടുകൊണ്ട് ഈ യുദ്ധത്തെ ശക്തമാക്കാൻ, അതായത് കൂടുതൽ ഇറാനെ ആക്രമിക്കാനുള്ള ഒരു പഴുതുണ്ടാക്കുകയാണ് ഇസ്രായേൽ. പക്ഷേ ഇറാൻ പറയുന്നത് എന്താണ്? ഇറാൻ എപ്പോഴും പറയുന്നതാണ് ഞങ്ങൾക്ക് ആണവായുധത്തിന്റെ ആവശ്യമില്ല, ഞങ്ങൾ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നത് ഞങ്ങളുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനാണ്. ഒരു രാജ്യത്തിന് അവരുടെ രാജ്യത്തിനുള്ളിലൊരു ഇത്തരം കാര്യങ്ങൾ നടത്താനുള്ള അനുമതി പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഒരു വിലയുമില്ലാത്ത രീതിയിലാണ് പാശ്ചാത്യ ശക്തികൾ ഇടപെടുന്നതെന്ന് കരുതേണ്ടി വരും. അപ്പൊ അതിന് തലകുനിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നും ഇറാനില്ല. അതുകൊണ്ടാണ് ഇറാൻ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നത്. ഇപ്പം ഹൂത്തികൾ ഇറങ്ങി സൗദിയെ ആക്രമിക്കുന്നു, സൗദി ഇറാൻ കേന്ദ്രങ്ങളിലേക്ക് ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും ഗൾഫ് രാജ്യങ്ങൾ പരിപൂർണമായി ഒരിക്കലും യുദ്ധത്തിലേക്ക് ഇറങ്ങില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഇസ്രായേൽ പോലും യുദ്ധത്തിൽ ഇറങ്ങാൻ മടിച്ചു നിൽക്കുന്നത് എന്താണ്? ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ ഇസ്രായേൽ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ആദ്യഘട്ടത്തിൽ അമേരിക്കയോടൊപ്പം യുദ്ധം ശക്തമാക്കിയിട്ട് ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ഇസ്രായേലിന്റെ പൊടി പോലും ഇല്ല. എന്നിട്ട് ഇപ്പൊ പറയാണ് ഇറാൻ ആണവശക്തിയാകുന്നത് അംഗീകരിക്കില്ല. ഇറാൻ ആണവായുധങ്ങളുള്ള ഒരു ശക്തി ആകില്ല എന്ന് ഇറാൻ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഇറാൻ തന്നെ പറയുമ്പോൾ അതിന് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്നതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത്? അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇറാൻ രാജ്യങ്ങളെ കൂടെ നിർത്തുക എന്നുള്ളതാണ് ലോക രാജ്യങ്ങളെ കൂടെ നിർത്തുക എന്നുള്ളതാണ്. അതിനൊരു കാരണം ഈ ഇറാന്റെ ഭാഗത്തല്ല തെറ്റ്. ഇറാൻ ഈ വിഷയത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ലോകത്തിന് മനസ്സിലായി കഴിഞ്ഞു. ഇപ്പൊ ഹോർമൂസിലാണെങ്കിൽ പോലും ഈ കണ്ട പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കുന്നത് അമേരിക്കയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ ഒരു കരാർ എഴുതുന്നു. ആ കരാറിൽ ഇന്ന വഴിയിലൂടെ മാത്രമേ കപ്പലുകൾ പോകാവൂ എന്ന് പറയുന്നു. പക്ഷെ അതിന് വിരുദ്ധമായിട്ട് സ്വന്തം നിലയ്ക്ക് ഒമാൻ തീരത്തുകൂടി റൂട്ട് മാറ്റി കപ്പൽ ഓടിക്കുന്നത് അല്ലെങ്കിൽ കപ്പൽ പോകാൻ നിർദ്ദേശിക്കുന്നത് അമേരിക്കയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനുള്ള റിട്ടാലിയേഷൻ, കരാർ ലംഘനം എന്ന നിലയിൽ പിന്നെ ഇറാനും അടങ്ങിയിരിക്കുന്നില്ല എന്നുള്ളതാണ് ഞാനിതിൽ കാണുന്ന ഒരു കാര്യം. അപ്പം ഈ കരാറ് എഴുതുന്നു, അത് ലംഘിക്കുന്നു, അമേരിക്ക തന്നെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന പ്രദേശമാണ് ഈ ഹോർമൂസും പശ്ചിമേഷ്യയും ഒക്കെ. ആരാണ് ഈ യുദ്ധം തുടങ്ങി വെച്ചത്? അപ്പൊ ഇവർക്ക് യുദ്ധം അവസാനിക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ട്രംപിന് ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ എന്താണ് പ്രശ്നം? യുദ്ധം ഇപ്പോൾ അവസാനിപ്പിച്ചാൽ അമേരിക്ക തോറ്റു പിന്മാറി എന്ന് വരും. അതുകൊണ്ട് എൻട്രി ഇല്ലാതായി മാറും. അമേരിക്കയ്ക്ക് പുല്ലുവില പോലും കിട്ടാത്ത അവസ്ഥ വരും. ഇറാനാണ് വലിയ ശക്തി എന്ന് ഒരു ഖ്യാതി ഉണ്ടാവും. അപ്പൊ അമേരിക്ക ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും ഇറാനെ കൊണ്ട് മാപ്പ് പറയിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ പ്രഹരത്തിൽ ഇറാൻ ഭയന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഈ യുദ്ധം വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഹോർമൂസ് കടലെടുക്ക് ആയിരുന്നു ഇത്രയും കാലം ഒരു വിഷയമായിട്ട് ഉന്നയിച്ചിരുന്നതെങ്കിൽ ആ ഹോർമൂസിൽ ഒരു തരത്തിലും കടന്നു കയറാൻ പറ്റില്ല എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി. അമേരിക്കയെ കൊണ്ട് അത് കഴിയില്ല എന്ന് ലോകത്തിന് മനസ്സിലായി. അപ്പൊ ആ വിഷയമേ വിട്ടിട്ട് ആണവ വിഷയത്തിലേക്ക് വീണ്ടും ശ്രദ്ധ കൊണ്ടുവരികയാണ്. അപ്പോൾ ഹോർമൂസ് അല്ല വിഷയം, ആണവ പ്രശ്നമാണ്. ഹോർമൂസിൽ എന്തായാലും ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇനി വീണ്ടും ഇറാന്റെ നെഞ്ചത്തോട്ട് കയറാൻ അവരൊരു ആണവ രാജ്യമാണ്. ഇറാൻ ആണവശക്തി ഉപയോഗിക്കുന്നത് വലിയ ഭീഷണിയാണ് എല്ലാവർക്കും. അതുകൊണ്ട് ഇറാനെ തകർക്കണം, ഇല്ലാതാക്കണം എന്ന രീതിയിൽ പുതിയ കഥയുമായിട്ട് വന്നിരിക്കുകയാണ്. അതാണ് നമ്മളിതിൽ കാണേണ്ട കാര്യം. എന്തായാലും ഞാൻ ആത്യന്തികമായി പറയുന്നു, ഇറാൻ അടി തുടങ്ങിയാൽ നിർത്തില്ല. ഇറാനിൽ ഒന്നും നോക്കാനില്ല. തകർത്ത് തരിപ്പണമാക്കും അമേരിക്കൻ കേന്ദ്രങ്ങളിൽ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അന്ന് ഇസ്രായേലും അമേരിക്കയും കൂടി ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങി തിരിച്ച ആ പറയുന്ന ഫെബ്രുവരി 28 മുതൽ നമ്മൾ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്, ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇറാന്റെ ഭരണമാറ്റമൊന്നും ചിന്തിക്കണ്ട. അത് നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു രാജ്യം ഗംഭീരമാണ്, അങ്ങനെയല്ല. ഇതൊരു ജിയോ പൊളിറ്റിക്സ് അങ്ങനെയാണെന്നേ, അതങ്ങനെ നടക്കൂ.
ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ് ട്രംപ് ഇറങ്ങിയപ്പോൾ ഇവിടെ കുറെ പേര് പറഞ്ഞു ഇറാൻ തീർന്നു, ഇറാൻ ഔട്ടായി. എവിടെ നടക്കുന്നു? ട്രംപിന് പറയാന്നല്ലാതെ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. അതങ്ങനെയാണ് അതിന്റെ രാഷ്ട്രീയം, അങ്ങനെ തന്നെയാണ് ജിയോ പൊളിറ്റിക്സ്. അവിടെ ഏറ്റവും ചുരുങ്ങിയത് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ച് ആ രാജ്യത്തിന്റെ ഭരണാധികാരിയും പരമോന്നത നേതൃത്വം വധിച്ചിട്ട് ആ രാജ്യം തന്നെ പിന്നെ ഞങ്ങളുടെ കാലിൽ വീഴണമെന്ന് പറഞ്ഞാൽ ആത്മാഭിമാനമുള്ള ഏതെങ്കിലും ഒരു ജനത, ഏതെങ്കിലും ഒരു രാജ്യം അതിന് തയ്യാറാവുമോ? അവരുടെ മരണം വരെ അവർ ഫൈറ്റ് ചെയ്യും. അതാണ് ഇപ്പൊ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. ഇറാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യങ്ങളെ പോലെ അല്ല, ഇറാൻ കുറച്ചുകൂടി ആത്മവീര്യം കൂടിയ ജനതയാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവരവരുടെ ഏറ്റവും അവസാനത്തെ വഴിയാണ്. അവരുടെ മുന്നിൽ ഇനി വേറെ ഒരു മാർഗവുമില്ല. വേറൊരു മാർഗവുമില്ലെന്നല്ല, വേറൊരു ലക്ഷ്യവുമില്ല. പ്രതികാരം ചെയ്യുക, പരമാവധി എത്രത്തോളം റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ റെസിസ്റ്റ് ചെയ്യുക, എത്രത്തോളം ശത്രുവിനെ ആക്രമിക്കാൻ കഴിയുമോ ആക്രമിക്കുക. അതാണ് അവരുടെ ലക്ഷ്യം. അതിൽ നിന്നുകൊണ്ട് അവർ ഈ ഫൈറ്റ് ചെയ്യുമ്പോൾ അവരെ അത്ര പെട്ടെന്ന് കീഴടക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതാണ് ഈ യുദ്ധത്തിൽ എവിടെയും എത്താതെ അമേരിക്ക ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ യുദ്ധം എങ്ങനെയെങ്കിലും ഗൾഫ് രാജ്യങ്ങളെ ഇതിലേക്ക് വലിച്ചിടാനുള്ള ഒരു തന്ത്രമാണ്. പിന്നെ അവർ തമ്മിലായിക്കോട്ടെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന പരിപാടി, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടി എന്നുള്ളത് നടക്കട്ടെ എന്നുള്ളതായിരുന്നു. പക്ഷേ അതും വിലപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇറാൻ ഡയറക്റ്റ് ഫൈറ്റിലേക്ക് വരില്ല, ഹൂത്തികളെ ഉപയോഗിച്ചായിരിക്കും സൗദിയെ ആക്രമിക്കുക. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ ഇറാന് നേരെ ഒരു ആക്രമണം നടത്താൻ സൗദിക്ക് തത്വത്തിൽ കഴിയുകയുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നീക്കവും പാളാനാണ് സാധ്യത. പക്ഷേ ഇങ്ങനെ ഒരു നീക്കം നടത്തിയതുകൊണ്ട് ഇതുകൊണ്ട് ഏറ്റവും വലിയ ദോഷം ഉണ്ടാകാൻ പോകുന്നത് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് തന്നെയായിരിക്കും. ഇനി ഇസ്രായേൽ യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്ന സൂചനയൊക്കെ നൽകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിനിട്ടും നല്ലോണം കിട്ടും എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ യുദ്ധം അങ്ങനെ ഇറാനെ കീഴ്പ്പെടുത്തി അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നതിന്റെ തെളിവ് തന്നെയാണ് ഇപ്പോഴത്തെ സംഭവം.